നമുക്കൊരു പുതിയ അതിഥി കൂടെ വരുന്നുണ്ട്. ഒരു സിനിമാ താരമാണ്. സിനിമാ നടനാണ് വരുന്നത്. ആരാണെന്ന് പറയാൻ പറ്റുമോ? മോഹൻലാൽ വൈകുന്നേരം വരും. ഇപ്പൊ ഇവിടേക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. ഒരു സിനിമാ നടനാണ്, മമ്മൂട്ടിയല്ല. വരുന്നതാണ്. അവിടെ വഴി കൊടുക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ബിബിൻ ജോർജ്. നല്ലൊരു കൈ കൊടുത്ത് നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കാം. ഈ പിള്ളേരെ പറഞ്ഞ ചോദിച്ചോ. ഓൾറെഡി എന്റെ സൗണ്ട് ഇവിടെ കുറെ ദിവസമല്ലേ വെള്ളപ്പള്ളി സാറിന് സൗണ്ട് ആയല്ലോ. അങ്ങനെയല്ലേ? അപ്പം നമ്മുടെ പുതിയ സിനിമയുടെ വിശേഷങ്ങള് നമ്മള് ശുക്രൻ സിനിമ റിലീസാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വന്ന് കണ്ടില്ലേ? അറിഞ്ഞായിരുന്നു അങ്ങനെ ഒരു പടം ഉണ്ടെന്ന്. ശുക്രൻ എന്ന് പറഞ്ഞ പടം കേട്ടിട്ടുണ്ടോ? ആ, ഇനിയിപ്പോ വരാൻ പോകുന്ന നിങ്ങളപ്പോ പോസ്റ്റർ ഒന്നും കാണാനില്ലേ? അപ്പൊ ഈ വരാൻ പോകുന്ന നമ്മുടെ ഫെബ്രുവരി 6-ാം തീയതി ശുക്രൻ എന്ന് പറയുന്ന സിനിമയുടെ റിലീസാണ്. കണ്ടോ? ഇവര് ഫസ്റ്റ് മേടിച്ച ആൾക്കാരാണോ? എന്തായാലും വരാൻ പോണല്ലോ അല്ലേ? ഓക്കെ, ഫൈൻ, സന്തോഷം. സ്കൂള് സെന്റ് അഗസ്റ്റിൻ എവിടെ? മൂവാറ്റൂർ. ഓക്കെ, അടിപൊളി. അപ്പൊ എല്ലാവിധ ആശംസകളും, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്കും ശുക്രൻ ഉദിക്കട്ടെ, അതായത് ഫസ്റ്റ് അടിക്കട്ടെ. ഇവര് നല്ല പാട്ടൊക്കെ പാടും കേട്ടോ. ബിബിന് വേണ്ടി ഒരു പാട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആരാണ് ഇത്? സ്കൂളിലത്തെ ആസ്ഥാന ഗായിക എന്നാണ് പറഞ്ഞത്. അപ്പൊ ബിബിൻ ചേട്ടന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ പാട്ടാണ്, മാപ്പിളപ്പാട്ടാണ്. പാടുമല്ലേ? എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്തേ. അസ്സലാമലൈക്കും. फिरंदिट्टिंदिनामिले बिना पले तरताले फीड को फिर चाहिए पूरा चाहिए बिवरम बिवतिरे अहमद फीड तो में करम तारीवर को रुचतम नडी को जनते उरी करारन बदी को रुचदी जनते फाडे तारी तो के टूलम मोहितार किरण तंदी सफकारी शुजाअत मशहूराम കരുത്തനാം ദൂരേദത്ത് പനുൽകൂലെ ബുല്ലസ്ലബ് ബരുവദ യവനുകം ശരിയതയവയ തുരഗബിദനവവരലുവദ സയഫ് കരമിൽ ഫിടുത്തവരാണ് പെടകടുകനെ ആരഹത്തരുളരിൽ ഊരയാരന്നേ ഫിരിന്തിട്ടെന്തിനാമിലെ ബിനാ പലി തരത്താലെ ഫീഡ് കുഫിർ ചെയ്യാൻ ഉറച്ചതായേ. ഇവനെ രണ്ടൂന്ന് കാര്യങ്ങളുണ്ട്. ഇവന്റെ കലോത്സവ ഓർമ്മകൾ എങ്ങനെയാണ്? അതെ, കലോത്സവ ഓർമ്മകൾ എങ്ങനെയാണ്? എന്റെ കലോത്സവ ഓർമ്മകൾ മുഴുവൻ പരാജയത്തിന്റെ ഓർമ്മകളാണ്. തോറ്റു തുന്നമ്പാടിയ ഓർമ്മകളാണ്. എനിക്ക് തോന്നുന്നു 6-ാം ക്ലാസ് മുതൽ ഒരു 10-12 പ്ലസ് ടു വരെ മിമിക്രിയിൽ മത്സരം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിലൊക്കെ എനിക്ക് 2ാം സ്ഥാനവും ഒരാൾക്ക് 1ാം സമ്മാനം അടിക്കുമായിരുന്നു. ആരാണോ 1ാമത്തെ ആളെന്നറിയാവോ? ആർക്കെങ്കിലും ഗസ് ചെയ്യാവോ? പറയോ? മിസ്റ്റർ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കട്ടപ്പനയിലെ ഋതിക് റോഷൻ. അവനാണ് മിക്കപ്പോഴും 1ാം സ്ഥാനം അടിക്കാറുള്ളത്. അവൻ ഇതിൻ്റെയൊക്കെ മെയിൻ ആളാണ്. എനിക്ക് തോന്നുന്നു മഹാരാജാസ് കോളേജിൽ വെച്ചിട്ട് നീണ്ട 9 കൊല്ലത്തെ തോൽവിക്ക് ശേഷം മഹാരാജാസ് കോളേജിൽ വെച്ചിട്ടാണ് വിഷ്ണുവിനെ ആദ്യമായിട്ട് പരാജയപ്പെടുത്തുന്നത്. അത്ര നാൾ കാത്തിരിക്കല്ല, ഞാൻ പോരാടിക്കൊണ്ടിരുന്നു. പോരാടി ഞാൻ അവസാനം ജയിച്ചെന്ന് ഞങ്ങൾ തമ്മിലുള്ള മത്സരം അവസാനിച്ചു. പിന്നെ ഒന്നിച്ചു. ആ ഒന്നിച്ച സിനിമയാണ് നിങ്ങൾ അമർ അക്ബർ തോണിയായിട്ട് കണ്ടത്. ശുക്രൻ സിനിമ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഹൈദർക്കൊക്കെ പേഴ്സണലി അറിയായിരിക്കും. ബോംബുകഥയ്ക്കും മാർഗംകളിക്കും ശേഷം എൻ്റെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള പക്ക ഫാമിലി എൻ്റർടൈനർ എന്ന് പറയുന്നൊരു സിനിമയാണ് ശുക്രൻ. ശുക്രനിൽ ഞാൻ മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ഷൈൻ ടോം ചാക്കോ ഉണ്ട്, ചന്തുനാഥ് ഉണ്ട്, കോട്ടൻ നസീർക്കയുണ്ട്, അസീസിക്കയുണ്ട്. അങ്ങനെ ഒരുപാട് താരനിരകളുള്ള നായിക ആദ്യപ്രസാദാണ്. അങ്ങനെ ഒരുപാട് താരനിബിഡമാണ് ഈ സിനിമ. ഒരു ഫാമിലിക്ക് കണ്ടാൽ അത്യാവശ്യം ചിരിക്കാനും ഇത്തിരി കരയാനും ഇത്തിരി ഫൈറ്റും ഇത്തിരി ത്രില്ലറും ഇത്തിരി റൊമാൻസും പൂക്കി തരം ഒക്കെ ഉള്ള ഒരു സിനിമയാണിത്. പൂക്കിത്തരം എന്ന് പറയുമ്പോൾ സമാധാനമായില്ലേ ഇതിനും? ഇത്തിരി സ്കിബിഡി റിസാണ് പടം.
അതോടൊപ്പം നമ്മുടെ ഡയറക്ടറെ കുറിച്ചും കൂടെ ഡയറക്ടർ ഉബൈനി എന്ന് പറഞ്ഞ സംവിധായകനാണ്. അതിലുപരിയായിട്ട് രാഹുൽ കല്യാൺ എന്ന് പറയുന്ന ഒരു റൈറ്ററുടെ കയ്യൊപ്പ് പതിഞ്ഞ സിനിമയാണ്. അനുകുട്ടൻ ചേട്ടനാണ് ഇതിൻ്റെ സിനിമ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെൽജുബായി ആണ് മ്യൂസിക്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളുള്ള ഇതാണ്. ഇവിടെ ഇവനെത്തുമ്പോൾ നമ്മുടെ കൂടെ ഇവിടെ ഉള്ളവർക്കൊരു പാട്ട് വേണം. അതെ, മൈക്ക് വെച്ച് സൗണ്ട് കൊടുക്കാൻ വേണം. ഈ ഹൈദർക്ക് സംസാരിക്കുന്നത് എനിക്ക് ചിരിയും വന്നുണ്ട്. വലിയ വലിയ സ്റ്റാറുകളെയൊക്കെ നിരത്തി പേടിപ്പിക്കുന്ന ആളാട്ടോ. സൗണ്ട് പോയിട്ട് ഇത് ഒരു തവണ മിമിക്രിയിൽ ഒരു ചേട്ടന് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു പുള്ളി വന്നിട്ട് പരിപാടി കണ്ടു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ചോദിച്ചു ചേട്ടന്റെ സൗണ്ട് എന്ത് പറ്റി? പരിപാടി കണ്ടിട്ട് കൂവി സൗണ്ട് ഇങ്ങനെയാ. ഇയാള് എന്റെ പരിപാടിക്ക് തന്നെ കൂവിയിട്ട് സൗണ്ട് ഇങ്ങനെ ചെയ്താ. അതേപോലെയാണ് ഇപ്പൊ ചേട്ടന്റെ സൗണ്ടിന്റെ പോലെ. 4 ദിവസം ഇവിടെ പിന്നെ മനസ്സിലായി പൊടി എല്ലാം. പക്ഷെ വിവൻ 16-ാം തീയതി വരുമെന്നുള്ള പ്രതീക്ഷയായിരുന്നല്ലോ ചേട്ടാ. ഇന്നാണ് സമയം കിട്ടിയത്. നമ്മുടെ പടത്തിന്റെ പ്രൊമോഷൻ തന്നെ ഓരോ സ്കൂളുകളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. ആ ഒരു പോരാട്ടത്തിലാണ്. പക്ഷെ സിനിമയുടെ പേര് മറക്കല്ല. ഏതാ സിനിമയുടെ പേര്? ഇങ്ങനെ പറഞ്ഞ പോലെ ശുക്രൻ കാണണം. ശുക്രന്റെ അർത്ഥം മലയാളത്തിലൊരു ഗ്രഹമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ശുക്രൻ എന്ന് പറയുന്നത്. അറബിയിൽ ശുക്രൻ എന്ന് വെച്ചാൽ അർത്ഥം എന്ന് പറയാം. നന്ദി. ആ കൊടുക്കേ ശുക്രൻ കറക്റ്റാണ്. നന്ദി എന്നാണ്. മിടുക്കി. അവർക്കൊരു ഇതുണ്ട്. ഒരു ചെറിയൊരു സമ്മാനം കൊടുക്കും. ആഹാ, അപ്പൊ തന്നെ സമ്മാനം കൊടുക്കുകയാണ്. എന്നാ വീശിക്കോ. ആ, ഒരുമിച്ച് വീശിക്കോ. ഓക്കെ, നമുക്കിനി ഷിബിച്ചേട്ടന്റെ പാട്ട് കേൾക്കാം. ഷിബിച്ചേട്ടന്റെ ഒരു പാട്ട് കേൾക്കാം. എന്നെ കൂടെ നിൽക്കണം. ആ പിന്നെ ഞാൻ എപ്പോഴും ഉണ്ടല്ലോ. വാ ഷിബിയുടെ കൂടെ ട്രാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ട്രാക്ക് കിട്ടാ പൊളിക്കണത്. എല്ലാം റെഡിയാ? പിന്നെ റെഡി. ഇവരം പോലെ ഇന്ദ്രധനുസിൽ പിറന്നവളെ മണമുള്ളോളെ ഇന്ദിരം പോലെ ഇന്ദ്രധനുസിൽ പിറന്നവളെ കുന്തിരിക്കത്തിൻ മണമുള്ളോളെ ചെന്തുണ്ടി വീരിയും കരിക്കുമ്പോൾ എന്നൊരു ചന്തമാനത് കേട്ടാലെന്നൊരു ഇമ്പമാനത് എന്തൊരു ചന്ദ്രമാനത് കേട്ടാലെന്തൊരു ഇമ്പമാനത്. കളിച്ചപ്പോളെ കണ്ണിമവെട്ടാതെ നോക്കിയോളോ കണ്ണിമങ്ങച്ചാറിന്നെരുവുള്ളോളോ കണ്ണീര് കണ്ടാലറിയുമ്പോഴോ എന്തൊരു ചന്തമാനത് കേട്ടാലെന്തൊരു ഇമ്പമാനത്. ിഞ്ഞവള് പാലക്രമോതിരമിട്ടവള് പാലപ്പമ്പല വെളുത്തവള് മാമുള്ളനെ പോലെ തിളക്കണുള്ളു കാണാൻ എന്തൊരു സ്വന്തമാനത് കേട്ടാലെന്തൊരു ഇമ്പമാനത്. കുഞ്ഞിക്കുരുമറുകളോട് കുഞ്ഞു വന്നെത്തിയിൽ ചാർത്തിയോട് പൂവളവളവെടുത്തവള് ഗുരുതിയിൽ ഹിന്ദിയോട് എന്തൊരു ചന്തമാനത് കേട്ടാലെന്തൊരു ഇമ്പമാനത്. എന്തൊരു ചന്തമാനത് കേട്ടാലെന്തൊരു ഇമ്പമാനത്. പെണ്ണിവള് വെറുക്കിയോട് വെള്ളേ ഉള്ളിട്ട് ഓടിയോട് മണ്ണുപോലെ നീ പറന്നവള് എന്തൊരു ചന്തമാനത് കേട്ടാലെന്തൊരു ഇമ്പമാനത്. കാത്തിരിക്കാൻ പറഞ്ഞവളോ കണ്ണോട് കണ്ണായിരുന്നവള് മണ്ണോട് മണ്ണായി മറന്നവള്. എല്ലാവരും താളം പിടിച്ചത് സ്പീഡാണ്. എന്തൊരു ചന്തമാനത് കേട്ടാലെന്തൊരു
ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ അതാണ് സ്നേഹം, അതാണ് അല്ലേ? താങ്ക് യു ബ്രോ, താങ്ക് യു. സത്യമാണ് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളൊക്കെ കാണുന്ന കാലം തൊട്ട് ഒന്ന് ഫോൺ ചെയ്ത് എടുത്തില്ല, അപ്പൊ തന്നെ തിരിച്ചു വിളിക്കുന്ന മലയാള സിനിമ കാണുന്നുണ്ട് ഇദ്ദേഹം തന്നെയാണ്. യെസ്, അത് തന്നെയാണ്, അത് തന്നെയാണ്. അപ്പം ഞങ്ങളുടെ ഈ സ്നേഹം ഈ പറഞ്ഞ പോലെ ടിക്കറ്റിന്റെ രൂപത്തിൽ ശുക്രനാക്കി തരിക. ശുക്രനാണോ? പുള്ളി എന്റെ ഡൈഹാറ്റ് ഫാനാ. ആ അതാണ്. എന്താ കാലിക്കറ്റ് എന്ന് വരുന്ന സെന്റ് ജോസഫ് സ്കൂൾ. ആ, നാടോടി നൃത്തമാണ് മത്സരിച്ച് എ ഗ്രേഡ് കിട്ടി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ചേട്ടൻ നാടോടി നൃത്തം കളിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചേ? കളിച്ചിട്ടുണ്ട്. ഇല്ലടാ, നാട് ഒട്ടുക്ക നൃത്തം കളിച്ചിട്ടുണ്ട്, നാടോടി നൃത്തം കളിച്ചിട്ടില്ല. മാർഗംകളിയുണ്ട്, അതെ. ഫുൾ ഫാൻസ് ആണല്ലോ. ഓർത്തിരുന്ന് പറയുവാണ്. അപ്പൊ ഓൾ ദ ബെസ്റ്റ് മോനെ, എല്ലാവിധ ആശംസകളും. ഇവന് ശുക്രൻ ഉദിച്ചു, അവന് ശുക്രൻ ഉദിച്ചു, ഇനി നിങ്ങൾക്കാണ് ഉദിക്കണ്ടേ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി എന്താ പരിപാടി? ഇനി എന്താ, നമുക്ക് എല്ലാവരും നമ്മുടെ സിനിമ ഉറങ്ങും. അതിനു മുമ്പ് ഒരു 4 ലൈൻ നാടൻ പാട്ട് മ്യൂസിക് ഇല്ലാതെ നമ്മൾ സിനിമ പാടിട്ടു. മ്യൂസിക് വേണ്ട, പൊളിച്ചെടുക്കും. ചെമ്പകപ്പൂമേനിയാണ് ചന്ദന തളര് രാസലളിതം, ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് ഇവൾ, ചാരുത്ത താരുണ്യ രാഗമാണ്. ചെമ്പകപ്പൂമേനിയാണ് ചന്ദന തളര് രാസലളിതം, ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് ഇവർ, ചാരുത്ത താരുണ്യ രാഗമാണ്. അന്നൊരു നാള് പാത്തുമോള് ഉമ്മയരികിൽ നിന്ന് കൊഞ്ചി, ഉമ്മ എനിക്കുന്നൊരാശയാണ് പൂപ്പോത്ത താരുണ്യ. ഒരു കയ്യിരുന്നേ സംസാരിക്കുന്നത്. അപ്പം മറക്കരുത്, നമ്മുടെ സിനിമയുടെ പേര് ശുക്രൻ. ശുക്രൻ എല്ലാവരും കാണും. എല്ലാരും കാണാം. ബിബിൻ ജോർജിന്റെ സിനിമ ബിബിൻ ശുക്രൻ എല്ലാവരും കാണണം. അപ്പം മോന്റെ പെർഫോമൻസ് ഇപ്പം നമ്മൾ ചെയ്യും. അപ്പം ഒത്തിരി സന്തോഷം. അപ്പൊ മറക്കണ്ട, ഫെബ്രുവരി 6 ശുക്രൻ. ഫെബ്രുവരി 6 ഇനി നമ്മുടെ പ്രൊമോഷനായിട്ട് ആരുടെ നമ്മുടെ പ്രൊമോഷൻ എല്ലാ വേദിയിലൊക്കെ കൊണ്ടുപോകണം. ഒരു വഴി കൊടുക്കണം. 2 വാക്ക് പറഞ്ഞിട്ട് പൊക്കോ. അപ്പോൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഞാനിവിടെ വന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സിനിമയുടെ പ്രൊമോഷൻ തന്നെയാണ്. ശുക്രൻ എന്ന് പറയുന്ന സിനിമ ഈ വരുന്ന ഫെബ്രുവരി 6 നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനറായിട്ടാണ് ഇത് മുമ്പിലെത്തുന്നത്. ഉറപ്പായിട്ടും കാണണം. താങ്ക് യു വെരി മച്ച്. ഒത്തിരി സന്തോഷം. അതിർക, ലവ് യു. ഓക്കെ. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.